രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഒരു പരിധിവരെ പ്രതിരോധത്തിലാകുന്ന കാഴ്ച കാണുന്നു. ആദ്യം കാട്ടിയ ആത്മവിശ്വാസം 400-ലധികം സീറ്റ് NDAക്ക് ലഭിക്കും എന്ന ഒരു ആത്മവിശ്വാസം അതേ രൂപത്തിൽ ഇപ്പോഴും ആവർത്തിക്കുന്നു എങ്കിൽ പോലും അതിന്റെ ശക്തി കുറഞ്ഞോ എന്നത് സംശയമാണ്. ഇവിടെ എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയെ അലട്ടുന്ന കാര്യം? പ്രതിരോധത്തിലാക്കുന്നു എങ്കിൽ അതിന് ന്യായമായ കാരണം വേണമല്ലോ. അതിൽ ഒരു കാരണം കേജ്രിവാൾ തന്നെയാണ്. ശ്രീ അരവിന്ദ് കേജ്രിവാൾ. അരവിന്ദ് കേജ്രിവാൾ എന്ന വിഷയം രണ്ട് തലയുള്ള വാളാണ്. അരവിന്ദ് കേജ്രിവാളിനെ അഴിമതി വിഷയത്തിൽ അകത്താക്കിയപ്പോൾ, അഴിക്കുള്ളിലാക്കിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഊറിച്ചിരിച്ചു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ അണ്ണാ ഹസാരെക്കൊപ്പം നിന്ന മുന്നണി പോരാളിയായിരുന്ന ശ്രീ അരവിന്ദ് കേജ്രിവാൾ, അദ്ദേഹത്തിന്റെ ബലം തന്നെ അഴിമതി വിരുദ്ധതയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചിഹ്നം ചൂലാണ്. ആ ചൂൽ ചിഹ്നമാക്കിയ അഴിമതി വിരുദ്ധ പോരാളിയെ അഴിമതി വിഷയത്തിന് അഥവാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം അനധികൃതമായി ചെലവഴിച്ചു. അങ്ങനെ ആ ഒരു ആരോപണത്തിൽ ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഈ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ദല്ലാളുമാരിൽ നിന്നും ലഭിച്ച പണം വഴിമാറ്റി ചെലവഴിച്ചു. അതിന് കണക്കുകൾ ഹാജരാക്കിയില്ല. ആ വിഷയത്തിൽ അകത്തായി. ഇവിടെ അകത്തായ കേജ്രിവാൾ പുറത്തു നിൽക്കുന്ന കേജ്രിവാളിനേക്കാൾ ശക്തനാണോ? ഇത് ഒരു ആകാംക്ഷയാണ്. ഇത് കൃത്യമായി നമുക്ക് പറയാനാവില്ല. കേജ്രിവാളിന്റെ ഭാര്യ ശ്രീമതി സുനിത കേജ്രിവാൾ ഇപ്പോൾ പ്രചരണ രംഗത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ഒരു സുനിത കേജ്രിവാൾ പൊതുരംഗത്ത് വരുമെന്നും. ഈ ഡൽഹിയിൽ ഉൾപ്പെടെ വടക്കൻ ഭാരതത്തിൽ പല ഇടങ്ങളിലും കേജ്രിവാളിന് വേണ്ടി സംസാരിക്കാനായി നിൽക്കുന്നത് വലിയ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സുനിത കേജ്രിവാളാണ്. അതൊരു വലിയ ചോദ്യമാണ്. അത് മാത്രമല്ല, സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കേജ്രിവാളിനെ അനന്തമായി അകത്തിടാനാവില്ല, ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് പറയുന്നു. ജാമ്യാപേക്ഷ കേജ്രിവാൾ കൊടുക്കുന്നില്ല. കാരണം ഈ അറസ്റ്റ് തന്നെ ന്യായമാണ്. അറസ്റ്റ് ചെയ്ത സാഹചര്യം പരിശോധിച്ച് അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാക്കണം എന്നതാണ് കേജ്രിവാളിന്റെ ഒരു പ്ലീ. അത് ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കേജ്രിവാൾ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ പ്രചരണത്തിന്റെ കുന്തമുന, ഇന്ത്യ മുന്നണിയുടെ എല്ലാ പ്രചരണത്തിന്റെയും ഒരു കേന്ദ്ര ബിന്ദു ആകേണ്ടത് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒപ്പം ശ്രീ അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീരപരിവേഷം ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ലഭിക്കും. ചില കേന്ദ്രങ്ങൾ അദ്ദേഹത്തെ അഴിമതിക്കാരനായി കാണുകയും ചെയ്യും. എങ്ങനെയാണ് ജനം സ്വീകരിക്കുന്നത് എന്നത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ആ ഒരു വിഷയമാണ് BJPയെ ഭരിക്കുന്ന ഒരു ചോദ്യം. രണ്ടാമത്തെ വിഷയം വളരെ ഗൗരവമായ വിഷയമാണ്. അതൊരു പക്ഷേ വോട്ട് ചോരാൻ പര്യാപ്തമായ വിഷയമാണ്. അത് സ്ത്രീ വിഷയമാണ്. എപ്പോഴെല്ലാം പെൺവിഷയങ്ങൾ, ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് വരുന്നു, ജനം വൈകാരികമായി പ്രതികരിക്കാനുള്ള സാധ്യത കാട്ടുന്നു. ഒന്നിന് പുറകെ മറ്റൊന്നായി വരികയാണ്. ആദ്യം കിട്ടിയ തുറുപ്പുചീട്ട് BJPക്കാണത്. സന്ദേശ് ഖാലിയിൽ, ബംഗാളിൽ മമതാ ബാനർജിയുടെ അടുത്തയാളായ അവിടുത്തെ വലിയ നേതാവ്, അദ്ദേഹം സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുകയും വലിയ രീതിയിൽ പീഡനം നടത്തുകയും ഒക്കെ ചെയ്ത ഷെയ്ഖ് ഷാജഹാൻ പീഡനം നടത്തുകയും ഒക്കെ ചെയ്ത വാർത്ത തീർച്ചയായും ഇന്ത്യ മുന്നണിയുടെ മൊത്തത്തിലും പ്രത്യേകിച്ച് ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ പ്രത്യേകിച്ചും ബാധിച്ചിട്ടുണ്ടാവണം ഒരു പരിധിവരെ. ബംഗാളിൽ അവിടെ സഖ്യമില്ല. കോൺഗ്രസും ഇടതുപക്ഷവും തൃണമൂൽ കോൺഗ്രസും വെവ്വേറെ മത്സരിക്കുന്നുവെങ്കിലും ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി തന്നെയാണ് മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ്. അതൊരു വിഷയമാണ്. പക്ഷെ മറ്റു വിഷയങ്ങളെല്ലാം BJP സ്ത്രീകളുമായി ബന്ധപ്പെട്ട, സ്ത്രീകൾക്കെതിരെ മണിപ്പൂരിൽ നടന്നതായി പറയപ്പെടുന്ന വളരെ വലിയ അതിക്രമങ്ങൾ, നഗ്നരായ സ്ത്രീകളെ പരേഡ് ചെയ്യിപ്പിക്കുന്നത് വരെ ഉണ്ടായ ഹീനമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അത് BJPയെ തുറച്ചു നോക്കുന്നു. മണിപ്പൂരിന് ശേഷം വന്ന പല വിഷയങ്ങളും, മണിപ്പൂരിനോടൊപ്പം തന്നെ വന്ന വിഷയമാണ് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ വിഷയം. അപ്പൊ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് സംഭവിച്ചത് അദ്ദേഹം BJP MP ആണ്. അദ്ദേഹം വളരെ സ്വാധീനമുള്ള, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് ജാട്ട് മേഖലയിൽ വളരെയധികം സ്വാധീനമുള്ള BJP പാർലമെന്റ് അംഗമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നത് പോട്ടെ, അദ്ദേഹത്തെ പദവിയിൽ നിന്ന് പോലും ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തത് വളരെ വൈകിയാണ്. അത് വളരെ ദോഷകരമായ രീതിയിൽ BJPയുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചു, ഇന്ത്യാസകലം ബാധിച്ചു.
നാരീശക്തിയെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ സൗഹൃദ പദ്ധതികളെക്കുറിച്ചും ഒക്കെ വാചാലമായി സംസാരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ഗുസ്തി താരങ്ങളുടെ ദൈന്യമായ മുഖങ്ങൾ നോക്കി എങ്ങനെ തങ്ങളെ പീഡിപ്പിച്ചു എന്നവർ ആരോപിക്കുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ എങ്ങനെ നിലനിർത്താനാകുന്നു? അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയുടെ അർത്ഥം എന്താണ്? ഇപ്പോഴിതാ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത സീറ്റിൽ പുതിയ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. അതിൽ പരം എന്താണ് സംഭവിക്കാനിരിക്കുക? ഗുസ്തി താരങ്ങൾ ഇത്രയും കാലം പട്ടിണി കിടന്നതും പരാതി പറഞ്ഞതും നിരാഹാരം കിടന്നതും എല്ലാം തന്നെ വെറുതെയാക്കിക്കൊണ്ട് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ കുടുംബത്തിന് ആ പിന്തുടർച്ചാവകാശം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം വളരെയധികം വിമർശന വിധേയമായ ഒരു നയമാണ്. അതോടൊപ്പം തന്നെയാണ് രണ്ട് പ്രചണ്ഡമായ കേസുകൾ വരുന്നത്. ഒന്ന്, കർണാടകയിൽ BJPയുടെ പുതിയ സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലർ, അതിന്റെ നേതാവ് ദേവഗൌഡയുടെ മകൻ രേവണ്ണയുമായി ബന്ധപ്പെട്ടും രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ടും ഉയർന്ന ലൈംഗിക അതിക്രമ കേസുകളാണ്. രേവണ്ണ മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ ബ്രദർ കൂടിയാണ്. ജനതാദളിന്റെ ഒരു ശക്തി കേന്ദ്രമാണല്ലോ ഹാസൻ മേഖല, ദക്ഷിണ കർണാടകത്തിലെ ഹാസൻ, അതുപോലെ ഓൾഡ് മൈസൂരു, ബാംഗ്ലൂർ മേഖലകളൊക്കെ ജനതാദളിന് വലിയ ശക്തിയുള്ള, ഇപ്പോഴും വൊക്കലിക പാർട്ടി എന്നറിയപ്പെടുന്ന ജനതാദളിന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. അവിടുത്തെ ശക്തമായ സാന്നിധ്യമായിരുന്നല്ലോ ദേവഗൌഡയുടെ മകൻ രേവണ്ണയ്ക്ക് കാലിടറിയിരിക്കുന്നു. രേവണ്ണ ഒരു സ്ത്രീയെ, തന്റെ പരിചാരികയായ ബന്ധുകൂടിയായ വീട്ടിൽ ജോലിക്ക് സഹായിക്കാനായി നിന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിൽ അദ്ദേഹം പീഡന ആരോപണം നേരിടുന്നു. അതോടൊപ്പം തന്നെയാണ് അതിനേക്കാൾ വലിയ ആരോപണമാണ് രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണ നേരിടുന്നത്. 1984 സിഡികളല്ല, ലൈംഗിക രംഗങ്ങൾ അടങ്ങുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങൾ വെളിയിൽ വന്നിരിക്കുന്നു. ഇത് പൊതുസ്ഥലങ്ങളിൽ നിന്നും പെൻഡ്രൈവുകൾ, 100 കണക്കിന് പെൻഡ്രൈവുകളാണ് പാർക്കുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട നാടകീയമായി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികൾ നടത്തിയ ഒരു സ്റ്റണ്ടാണ് എന്ന് ആദ്യം വിചാരിച്ചുവെങ്കിലും ഇതിൽ സത്യമുണ്ട് എന്ന് വരികയും പീഡനത്തിന് ഇരയായ പെൺകുട്ടികൾ, 100 കണക്കിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങളാണ് ഇതിൽ കൂടെ വരുന്നത്. ഈ ചലിക്കുന്ന ചിത്രങ്ങളാണ് ഇതിൽ കൂടെ വരുന്നത്. ഇവിടെ എല്ലാം പീഡന രംഗത്ത് പീഡകനായി നിൽക്കുന്നത് പ്രജ്വൽ രേവണ്ണ തന്നെയാണ്. ഇത്രയും വ്യക്തമായി അദ്ദേഹത്തിനെതിരെ സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുകയും ജീവിക്കുന്ന ദൃശ്യങ്ങൾ അതിന് തെളിവാവുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് രാമാനം അദ്ദേഹം ജർമ്മനിയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന് ജർമ്മനിയിലേക്ക് കടക്കാനുള്ള ഒരു അനുവാദം കൊടുത്തതാരാണ്? അത് മാത്രമല്ല, അദ്ദേഹത്തെ അടുപ്പിക്കരുത്, അദ്ദേഹം പ്രശ്നക്കാരനാണ് എന്ന് സംസ്ഥാന BJP നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിട്ടും ശ്രീ അമിത്ഷായ്ക്കും ശ്രീ നരേന്ദ്രമോദിക്കും അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഈ സംഭവം വെളിയിലാകുന്നതിന് 10 ദിവസം മുൻപ് ശ്രീ നരേന്ദ്രമോദി ഇദ്ദേഹത്തിന്റെ തോളിൽ തട്ടി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് വലിയൊരു പൗരാവലിയോട് തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പറയുന്നതും എല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ പ്രതിച്ഛായ കുറഞ്ഞ ഇതുപോലെ വിവാദ നായകന്മാരുടെ തോളിൽ കൈയിടുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രതിരോധം തന്നെയാണ്. കർണാടകയിൽ അടുത്ത ഘട്ടത്തിൽ ആകെ 28 സീറ്റുകളാണുള്ളത്. അതിൽ 14 സീറ്റാണ് തെരഞ്ഞെടുപ്പിന് പോയത്. അടുത്ത ഘട്ടത്തിൽ വേറൊരു 14 സീറ്റ് കൂടി തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ കർണാടക BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ്. അവിടെ BJPക്ക് ഇനിയുള്ള നാളുകളിൽ BJPക്ക് കാലിടറാനാണ് എല്ലാ സാധ്യതയും. അത് നഷ്ടക്കച്ചവടമായി പ്രജ്വൽ രേവണ്ണയുടെ വിഷയം. ഏറ്റവും അവസാനമായി വന്ന വിഷയം ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. BJP നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം നിയമിച്ചിരിക്കുന്ന കേന്ദ്രത്തിന്റെ ഏജന്റായി സംസ്ഥാന സർക്കാരിനെ ഒന്ന് മോണിറ്റർ ചെയ്യാനും ഭരണഘടനാ കേന്ദ്രം വേണ്ട രീതിയിൽ ചലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുമായി കേന്ദ്രത്തിന്റെ ഏജന്റായി വിടുന്ന ആളാണല്ലോ ഗവർണർ. ഗവർണറുടെ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടക്കുന്നു എന്ന ആരോപണം വരികയും അവിടുത്തെ ഒരു പരിചാരികയായ സ്ത്രീ ആനന്ദ ബോസിനെതിരെ ലൈംഗികമായ അതിക്രമത്തിൽ അദ്ദേഹം മുതിർന്നു എന്ന രീതിയിൽ പരാതി പറയുകയും ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ ഊറിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്താണ് സംസ്ഥാന സർക്കാർ, കേന്ദ്രത്തിന്റെ പ്രതിപക്ഷത്താണല്ലോ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. മമതാ ബാനർജി അതിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ബംഗാളാണ്, 42 സീറ്റുകളുള്ള ബംഗാൾ BJP വളരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ്. 18 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ലഭിച്ചത്. 22 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിനും 2 സീറ്റ് കോൺഗ്രസിനും ലഭിച്ചു. ഇവിടെ ഈ 18 സീറ്റിൽ നിന്നും ഏറെ മുന്നേറാമെന്നും ബംഗാളിലെ ഏറ്റവും വലിയ കക്ഷിയായി മാറാമെന്നും BJP പ്രതീക്ഷിച്ചിടത്താണ് ഇപ്പോൾ
പല ഘട്ടങ്ങളിലായി നടക്കാൻ പോകുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ ഈ CV ആനന്ദബോസുമായി ബന്ധപ്പെട്ട ലൈംഗിക കേസ് ഒരുപക്ഷെ ദോഷകരമായി ബാധിക്കും. ഓർക്കണം, ഇന്ത്യ അമേരിക്കയല്ല. ഒരു 2 പതിറ്റാണ്ട് മുൻപ് ഈ അമേരിക്കയിൽ ഇതുപോലെ സംഭവം ഉണ്ടായി. വൈറ്റ് ഹൗസിൽ വെച്ച് ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് വൈറ്റ് ഹൗസ് ഇന്റേൺ ആയിരുന്ന മോണിക്ക ലെവിൻസ്കി ക്ലിന്റനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുകയും പിന്നീട് ആകപ്പാടെ അന്ന് ഉന്നയിച്ച കാര്യം എന്താണ്? ലൈംഗികമായി അദ്ദേഹം അടുത്തിടപെടാൻ ശ്രമിച്ചു എന്നതാണ്. അത് മറച്ചു വെച്ചു എന്നതാണ് ക്ലിന്റന്റെ നേരെയുള്ള കുറ്റം. ക്ലിന്റൺ അത് പിന്നീട് തുറന്ന് സമ്മതിക്കുകയും ആ കേസ് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു. അത് തീരാക്കളങ്കമായി ക്ലിന്റന് വന്ന് ഭവിക്കും എന്ന് വിചാരിച്ചുവെങ്കിലും ക്ലിന്റനെ പരാജയപ്പെടുത്താനും ഇംപീച്ച് ചെയ്യാനോ ഒന്നും പര്യാപ്തമായിരുന്നില്ല ആ വിഷയം. പക്ഷേ അമേരിക്കക്കാർ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കുന്നത് പോലെ അല്ല ഇന്ത്യക്കാർ എടുക്കുന്നത്. വളരെ വൈകാരികമായി പ്രതികരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മണിപ്പൂർ ആകട്ടെ, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ വിഷയമാകട്ടെ, പ്രജ്വൽ രേവണ്ണയുടെ വിഷയമായിക്കൊള്ളട്ടെ, CV ആനന്ദബോസിന്റെ വിഷയമായിക്കൊള്ളട്ടെ, ഇവിടെ എല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, കുറ്റാരോപിതരായി നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുമായി സഖ്യമുള്ള വ്യക്തികളോ പാർട്ടികളോ സംഘടനകളോ ഒക്കെ തന്നെയാണ്. ഇത് ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ സാധ്യതകളും കാട്ടുന്നു. സ്ത്രീ സൗഹൃദവും സ്ത്രീ സുരക്ഷാപരവുമായ നയങ്ങൾ നരേന്ദ്രമോദി ഉച്ചത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനോടൊപ്പം വളരാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും കഴിയുന്നുണ്ടോ എന്ന് പ്രബുദ്ധരായ സംവിധായകർ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇനിയുള്ള ഘട്ടങ്ങളിൽ 370ലേക്കുള്ള BJPയുടെ പ്രയാണവും 400ലേക്കുള്ള NDAയുടെ പ്രയാണവും ഒരുപക്ഷെ മന്ദഗതിയിലാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്.